നമസ്കാരം. PK ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ 3 ജില്ലകൾ പഠിക്കാനുണ്ട്. അതിനകത്ത് വയനാട് നിന്ന് പഠിക്കുന്നത്. മലബാർ ജില്ലകളിലെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അപൂർവം ചോദ്യങ്ങളെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായ പ്രാധാന്യം ആ ജില്ലകൾ കൊടുക്കുന്നില്ല. നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവാം. നമുക്കെല്ലാം അറിയാം, വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് അല്ലെങ്കിൽ ബ്രഹ്മഗിരി വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഒരു വിഷ്ണു ക്ഷേത്രമാണ് അത് തിരുനെല്ലി. പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി. നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം പോലെ, അല്ലെങ്കിൽ ആലുവ, മണപ്പുറം പോലെയൊക്കെയുള്ള ഈ പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. വിഷ്ണു ക്ഷേത്രത്തിനോടൊപ്പം തന്നെ ഒരു ഗുഹാക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശൈവ സാന്നിധ്യവും ഉണ്ട്. പിന്നെ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ബ്രഹ്മാവ് ഇവിടുത്തെ ഈ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച കഥയുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ത്രിമൂർത്തി സംഗമ സ്ഥാനമായിട്ട് ഈ ക്ഷേത്രത്തെ കരുതുന്നു. ഇതിൻ്റെ ഐതിഹ്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് ബ്രഹ്മാവാണ് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെല്ലിമരത്തിൽ തൂങ്ങി നിന്ന ആ വിഷ്ണു വിഗ്രഹത്തെയാണ് പിന്നീട് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് കരുതുന്നത്. അതുകൊണ്ടാണ് ഇതിന് തിരുനെല്ലി എന്ന് പേര് വന്നത്. പിന്നെ നമ്മുടെ ചേര രാജാവായിരുന്ന 16-ാം നൂറ്റാണ്ട് ഭാസ്കര രവിവർമ്മൻ്റെ കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചെമ്പ് ആലേഖനങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പിന്നെ അമിതമായ പ്രാധാന്യം പിന്നൊന്നുമില്ല. പിന്നെ ഈ പാപനാശിനിയിലേക്കുള്ള അല്ലെങ്കിൽ പാപനാശിനി ഉള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കുളമാണ് പഞ്ചതീർത്ഥം. പണ്ട് ഇവിടെ നിലനിന്നിരുന്ന 2 ഗ്രാമങ്ങളായിരുന്നു, പാപനാശിനി ഗ്രാമവും പത്മതീർത്ഥ ഗ്രാമവും. അപ്പോൾ അതിൽ ഈ പാപനാശിനിയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഉള്ള ഒരു കുളമാണ് പഞ്ചതീർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു അപൂർവം പ്രാധാന്യമാണുള്ളത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ തിരുനെല്ലി ക്ഷേത്രം. ബ്രഹ്മഗിരി മലനിരകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണകാശി പ്രധാനമാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും അറിയപ്പെടുന്നു. കാരണം ശിവസാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ടാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത്. പിന്നെ ബ്രഹ്മഗിരി മലനിരകളിൽ കമ്പമല, കരിമല, വരടുക മല, ഇങ്ങനെ 3 മലകളാൽ ഈ ക്ഷേത്രം ചുറ്റപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു, വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. കമ്പമല, കരിമല, വരടിക മല, എങ്ങനെ 3 മലകളാൽ സ്ഥിതി ചുറ്റിയിരിക്കുന്ന ക്ഷേത്രമാണ് ഈ തിരുനെല്ലി ക്ഷേത്രം. പിന്നെ ക്ഷേത്രത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് 30 കരിങ്കൽ തൂണുകളാൽ നിർത്തിയിരിക്കുന്ന ഒരു വാസ്തുവിദ്യാ സംവിധാനമാണ്. അത് പ്രധാനമാണ്. ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ് അതാണ്. ബലിതർപ്പണത്തിന് പേരുകേട്ട മലബാർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ തിരുനെല്ലി ക്ഷേത്രം. പിന്നെ കർക്കിടകം, തുലാം, കുംഭം മാസങ്ങളിലെ പൗർണമി നാളിലാണ് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത്. ഈ 3 മാസങ്ങളിലെയും പൗർണമി നാളിൽ, അതിൽ കർക്കിടക ബലി നമുക്കറിയാം, ബാക്കി കുംഭവും തുലാവും ഉണ്ടെന്ന് ഓർമ്മിക്കുക. പിന്നെ ഇവിടെ ഒഴുകുന്ന ഒരു നദിയാണ് പാപനാശിനി പുഴ. ആ പുഴയുടെ തീരത്താണ് ക്ഷേത്രം. ഞാൻ പറഞ്ഞു, പാപനാശിനി ഗ്രാമം, പത്മതീർത്ഥ ഗ്രാമം, അങ്ങനെ 2 ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പാപനാശിനി പുഴയുണ്ട്. ആ പുഴയിൽ പാപനാശിനിയിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് പഞ്ചതീർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞു. ഈ കബനി നദിയുടെ പോഷക നദിയാണ് പാപനാശിനി പുഴ. കബനി നദിയുടെ പോഷക നദിയാണ് ഇത്. വടക്കൻ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നു. അപ്പോൾ വടക്കൻ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്, കുളമാണ്, നദിയാണ് പാപനാശിനി. ഇവിടെയാണ് ഈ പിതൃപൂജ നടക്കുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമായി ഒഴുകുന്ന ഒരു നദിയാണ് പാപനാശിനി പുഴ. ഗംഗയിൽ പിതൃപൂജ നടത്തുന്നത് എങ്ങനെയാണോ ആ പ്രാധാന്യം ഇവിടെ കിട്ടുമെന്നാണ് വിശ്വാസം.
പിന്നെ ജമദഗ്നി മഹർഷി, നമുക്കറിയാം പരശുരാമൻ്റെ അല്ലെങ്കിൽ പരശുരാമൻ്റെ പിതാവും രേണുകയുടെ ഭർത്താവുമായിട്ടുള്ള ജമദഗ്നി മഹർഷിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുത്രൻ പരശുരാമൻ തിരുനെല്ലിയിലെത്തി ബലിയിട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പിതൃതർപ്പണം വന്നത്. തൻ്റെ മാതാവിന് വേണ്ടി പരശുരാമൻ പിതൃതർപ്പണ അല്ലെങ്കിൽ പിതൃതർപ്പണ പൂജ, പിതൃ എന്ന് പറഞ്ഞാൽ പിതാക്കളാണ്, അല്ലാതെ അച്ഛൻ എന്നല്ല അർത്ഥം, പാരമ്പര്യമായുള്ള തലമുറകൾ. അപ്പോൾ അങ്ങനെയുള്ള പിതൃതർപ്പണ പൂജ ചെയ്ത ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അതുകൊണ്ടാണ് അത് ഒരു ശൈവക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഒരു പരശുരാമ ക്ഷേത്രമായത്. അപ്പോൾ ഇവിടെ അതുപോലെ അച്ഛന് വേണ്ടി മകൻ പരശുരാമൻ ജമദഗ്നി മഹർഷിക്ക് വേണ്ടി ബലിയിട്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഇവിടെ പിതൃതർപ്പണത്തിന് പ്രാധാന്യം വന്നത്. പിന്നെ ഈ പാപനാശിനിയിലെ ഒരു പിണ്ടപ്പാറ എന്ന് പറയുന്ന ഒരു പാറ പ്രസിദ്ധമാണ്. ഈ പാറയിലാണ് പരേതർക്ക് വേണ്ടി പിന്നെ പിതൃതർപ്പണം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തിരുനെല്ലിയിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ചേര രാജാവായ ഭാസ്കര രവിവർമ്മൻ്റെ ചെമ്പ് ആലേഖനങ്ങളിൽ കാണാം. ഈ പാപനാശിനിയിലേക്കുള്ള പോകുന്ന വഴിയിലുള്ള കുളമാണ് പഞ്ചതീർത്ഥം. ഇതായിരുന്നു ക്ഷേത്രത്തിലെ പഴയ കുളം. പഞ്ചതീർത്ഥ കുളത്തിന് കുറച്ചകലെ കാണപ്പെടുന്ന ഒരു ശിലാക്ഷേത്രമാണ് ഗുണ്ടിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുണ്ടിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്ര സാന്നിധ്യം ഈ ക്ഷേത്രത്തോട് ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ വിഷ്ണുവിൻ്റെയും പരശുരാമൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ സ്വയംഭൂവായ പരമശിവൻ വാസസ്ഥലമാക്കിയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ പിതൃകർമ്മത്തിന് അനുഷ്ഠിച്ച് തിരികെ വരുന്നവരെല്ലാം ഈ ഗുണ്ടിക ക്ഷേത്രം, ഈ ശിവക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നതോടെ ത്രിമൂർത്തി സാന്നിധ്യം സാധ്യമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത ബത്തേരി മഹാഗണപതി ക്ഷേത്രമാണ്. നമുക്ക് അങ്ങനെ അമിതമായ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ബത്തേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട പേര് സുൽത്താൻ ബത്തേരി എന്നാണ്. ഈ സുൽത്താൻ ബത്തേരി എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് അനർത്ഥമാകുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ ബത്തേരിയിൽ മഹാഗണപതി ക്ഷേത്രം ബത്തേരി എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രം ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ ആക്രമിച്ച് നശിപ്പിക്കുകയും പിന്നീട് ഈ ക്ഷേത്രം പുതുക്കി പണിതു എന്നും വിശ്വസിക്കപ്പെടുന്നു. അതിലേക്ക് നമുക്ക് വരാം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ് ഈ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഗണപതിയാണ് പ്രതിഷ്ഠ. സുൽത്താൻ ബത്തേരി മുമ്പ് അറിയപ്പെടുന്ന പേര് ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ചോദിക്കാം, ഗണപതി വട്ടം എന്നായിരുന്നു. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം നശിപ്പിക്കുകയും പിന്നീട് പുതുക്കി പണിയുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടയാണ് ഒരു കോട്ട പണിയുകയും പിന്നീട് ആ കോട്ടയുള്ള ആ പട്ടണമാണ് സുൽത്താൻ ബത്തേരി എന്ന് അറിയപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അമിതമായ പ്രാധാന്യമില്ല. ടിപ്പു സുൽത്താനുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നായിരുന്നു കാര്യം ഓർമ്മിക്കുക കേട്ടോ. ഇനി പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രം അങ്ങനെ വലിയ പ്രാധാന്യമില്ല. പ്രാധാന്യം എന്ന് പറയുന്നത് വാൽമീകിയുടെ വാസസ്ഥലം ഇവിടെ ആയിരുന്നു വിശ്വസിക്കപ്പെടുന്നു. നമുക്കത് നോക്കാം. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലാണ് പുണ്യപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാൽമീകിയുടെ വാസസ്ഥലം ഇവിടെ ആയിരുന്നു വിശ്വാസം. ഓർമ്മിക്കുക, പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് വാൽമീകി. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം ഇവിടെയായിരുന്നു വിശ്വസിക്കുന്നത്. ഇവിടെയുള്ള നദിയാണ് പൊൻകുഴി നദി. പിന്നെ ബഹുനിലയുള്ള 2 നിലയുള്ള ആ ശ്രീകോവിലിൽ ഒറ്റ പീഠത്തിൽ തന്നെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, പിന്നെ അവരുടെ ഭക്തനായ ഹനുമാൻ, അങ്ങനെ 4 പ്രതിഷ്ഠകൾ ഒരുമിച്ച് ഒരു പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഓർമ്മിക്കുക, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, പിന്നെ ഭക്ത ഹനുമാൻ, ഈ 4 പേരുടെയും പ്രതിഷ്ഠ ഒറ്റ പീഠത്തിലിരിക്കുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചാൽ പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന ഒരിക്കലും വറ്റാത്തൊരു കുളം ഇവിടുത്തെ പ്രത്യേകതയാണ്. സീതാദേവിയുടെ കണ്ണുനീർ വീണുണ്ടായ കുളം ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ എഴുതണം.
പൊൻകുഴി ശ്രീരാമ സീതാക്ഷേത്രമാണ്. ഇതിനടുത്ത് തന്നെ വാൽമീകി ആശ്രമം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയാണ് വാൽമീകിയുടെ ആശ്രമം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം കേരളത്തിലെ അപൂർവം അല്ലെങ്കിൽ ഏക സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. പുൽപ്പള്ളി പഞ്ചായത്ത്, വയനാട്. സീതാദേവി ലവകുശ, അത് അവരുടെ മക്കളായ ലവകുശൻ്റെയും കൂടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചെമ്പ് മേഞ്ഞ, നിങ്ങൾ കണ്ടാൽ തന്നെ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം, ഒന്നിൽ കൂടുതൽ നിലകളുള്ളതാണ്. ചെമ്പ് മേഞ്ഞ 2 നിലയുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിലുള്ളത്. ശ്രീകോവിൽ സീതാദേവിയെയും ലവകുശന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പിന്നെ ഉപദേവന്മാരുണ്ട്, നമുക്കത് നോക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ശ്രീ അനന്തനാഥ സ്വാമി ക്ഷേത്രമാണ്. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ പുളിയാർ മലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ജൈന ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, കേരളത്തിൽ അപൂർവം ജൈനക്ഷേത്രമുള്ളതിൽ ഒരു ക്ഷേത്രമാണ് ഈ അനന്തനാഥ സ്വാമികളുടെ ക്ഷേത്രമായിട്ടുള്ള ഒരു ജൈനമത തീർത്ഥങ്കരനായ 14ാമത്തെ ജൈനമത തീർത്ഥങ്കരനായ അനന്തനാഥ സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം ആദ്യകാലത്ത് അനന്തകൃഷ്ണപുരം ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സ്വാമികളുടെ പഞ്ചലോക വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളത്. പിന്നെ ഈ നമുക്കറിയാം, ജൈനമതം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ പല ക്ഷേത്രങ്ങളും ഹിന്ദുമതത്തിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും ഈ ക്ഷേത്രം അന്നും ഇന്നും ജൈനമത ക്ഷേത്രമായിട്ട് നിൽക്കുന്നു. ശ്രീകോവിലിൻ്റെ ഇരുഭാഗത്തും 24 തീർത്ഥങ്കരന്മാരുടെയും പ്രവാചകന്മാരുടെയും ജൈനമത പ്രവാചകന്മാരെ അറിയപ്പെടുന്ന പേര് തീർത്ഥങ്കരന്മാർ എന്നാണ്. അതിൽ 1ാമത് തീർത്ഥങ്കരൻ ഋഷഭദേവൻ, ഏറ്റവും 24ാമത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ. അങ്ങനെയുള്ള 24 തീർത്ഥങ്കരന്മാരുടെയും വിഗ്രഹങ്ങൾ വച്ചിട്ടുണ്ട്. പിന്നെ വാർഷികമായി കൂടുന്ന ഒരു ധാർമ്മിക സമ്മേളനം, ജൈനമത ധാർമ്മിക സമ്മേളനം, അതിൻ്റെ പേര് ദശലക്ഷണ പർവം എന്നറിയപ്പെടുന്ന ഒരു ധാർമ്മിക സമ്മേളനം ഈ ക്ഷേത്രത്തിൽ കൂടിയിരുന്നു. പിന്നെ മഹാവീര ജയന്തിയാണ്, ചൈത്രമാസത്തിലാണ് ഭാരതവർഷം, അതിൽ ചൈത്രമാസത്തിൽ ആഘോഷിക്കുന്ന മഹാവീര ജയന്തിയാണ് പ്രധാനപ്പെട്ട ആഘോഷം. പിന്നെ നവരാത്രിക്ക് ഇവിടുത്തെ വിഗ്രഹങ്ങൾ ഊഞ്ഞാലാട്ടുന്ന ഒരു ചടങ്ങ് ഉണ്ട്. നവരാത്രിക്ക് അത് ഹിന്ദുമതവുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വന്ന ആചാരമായിരിക്കാം. നവരാത്രി വിഗ്രഹങ്ങൾ ഊഞ്ഞാലാട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ വയനാട് ജില്ലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം. ഇന്ന് വളരെ കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ, കാരണം അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.